നമുക്കിന്ന് ചൂട് പാലപ്പവും ബീഫ് കറിയും ഉണ്ടാക്കിയാലോ? കാണിച്ചു തരാം എങ്ങനെ ഉണ്ടാക്കുന്നത്. ഹലോ കേസിൽ നമുക്കൊരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ബീഫ് കറി ഉണ്ടാക്കിയാലോ? ആദ്യം തന്നെ നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇച്ചിരി കറി ലീഫും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉള്ളി നല്ല ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് വേണ്ട ഉള്ളിയും കൂടി ഇട്ട് എടുത്ത് കഴിഞ്ഞ് നമ്മൾ ഇച്ചിരി തക്കാളിയും കൂടി ഇട്ട് കൊടുക്കണം. അത് നല്ല വഴണ്ട് വരാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ല വഴണ്ട് വരും. അപ്പം നല്ല രീതിക്ക് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഗാർലിക് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ബീഫ് മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിക്ക് മസാലയുടെ മണമൊക്കെ പോകുന്നിടം വരെ നല്ല രീതിക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുത്ത് മസാലയൊക്കെ പിടിച്ച് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ ബീഫും കൂടെ ഇട്ട് കൊടുക്കാം. ബീഫും കൂടെ ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പൊട്ടറ്റോ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ കുഴപ്പമില്ല, നമ്മുടെയൊക്കെ ഇഷ്ടം. പിന്നെ എല്ലാം കൂടെ മസാല എല്ലാം കൂടെ ആഡ് ചെയ്ത് നല്ല രീതിക്ക് മസാല ഒന്ന് പിടിപ്പിക്കുക. നമുക്ക് വേണ്ടത്ര വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെക്കാം. ഒരു 6-7 വിസിൽ അടിക്കുന്നിടം വരെ ഇട്ട് കൊടുക്കുക. പിന്നെ ആയിക്കഴിഞ്ഞ് നമ്മൾ കടുക് വറുത്തും കൂടെ ഇട്ട് കൊടുത്താൽ റെഡി. അത്രയേ ഉള്ളൂ നമ്മുടെ ബീഫ് കറിയുടെ റെസിപ്പി. പിന്നെ നമ്മൾ ചൂട് പാലപ്പവും കൂടെ ചുട്ട് നമുക്ക് നല്ല ചൂടോടെ നമ്മുടെ പാലപ്പവും ബീഫ് കറിയും കൂടെ കൂട്ടി നമുക്ക് രാത്രി നല്ല രീതിക്ക് കഴിക്കാം. ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയൊരു ബീഫ് കറിയും പാലപ്പവുമാണ് ഗൈസ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്ക്. ഓക്കെ, ബൈ.